ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചട്ടിയിലാണ് ചിക്കൻ കറി വെച്ചേക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ഉപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന്. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കോലും ഒരു കറുകപ്പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കരയാമ്പുമാണ്. 2 കരയാമ്പു നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മൺചട്ടി അടപ്പത്ത് വെച്ച് നന്നായി ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള 3 എണ്ണം ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ 3 സവാള ഇട്ട് കൊടുത്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളനെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നമ്മൾ വീട്ടിലിരുന്ന് പഴുക്കണ മുളകാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് കറിക്ക് നല്ല ടേസ്റ്റ് തരും. ഇനി നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇതെല്ലാം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളകും മല്ലിയും മഞ്ഞളെല്ലാം ഒരു പകുതിയോളം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി മൂപ്പിച്ചെടുക്കണം. നമ്മളിതിലേക്ക് വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചട്ടിയിൽ കിടന്നിട്ട് തന്നെ നന്നായി ഇത് മൂപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തക്കാളി ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു പകുതി വേവാകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പകുതി വേവ് വരെ നമുക്കിത് തക്കാളിനെ വേവിച്ചെടുക്കാം. തക്കാളി പകുതി വേവായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് ഈ മസാല ഇതിലേക്ക് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുക. എല്ലാ ചിക്കനിലും നന്നായി മസാല ഒന്ന് പുരട്ടുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ വെള്ളം വറ്റിച്ചെടുക്കും. അപ്പോഴാണ് നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ നന്നായി കൂട്ടി വെച്ചിട്ട് ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. തീ നന്നായി കൂട്ടി വെച്ചിട്ടുള്ള കാരണം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വരാനായിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ നന്നായി കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.